ജയിലിൽ കിടക്കേണ്ടി വന്നാലും മൃഗസ്നേഹികളുടെ ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്ന് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയിലെ കേസിൽ കോർപ്പറേഷൻ കക്ഷി ചേരും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ കർശന നടപടിയെന്നും മേയർ പറഞ്ഞു. തെരുവുനായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഇത് വളരെ വലുതാണ്. എനിക്ക് ഒരു പട്ടി സ്നേഹികളെയും വിലക്കെടുക്കാതെ അത്ര ഗൗരവത്തോടുകൂടി നമ്മള് നായ്ക്കളെ നമുക്കറിയാലോ, നമ്മള് കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പേ പിടിച്ച നായിയെ വെടിവെക്കാനുള്ള അധികാരം നമുക്ക് തരുന്നില്ല. ഇത് എന്ത് ന്യായമാണ് എന്നുള്ളതാണ്. ജനങ്ങളെ കൊന്നു തിന്നുന്ന ഈ നായ്ക്കൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ കോടതി പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ABC ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് കർശനമായ ഒരു തീരുമാനം ഞങ്ങൾ ഭരണസമിതി എടുക്കും, ഒരു സംശയവും വേണ്ട. അത് അടുത്ത വാർഷിക പദ്ധതിയിൽ ABCയുടെ ഒരു പ്രത്യേക പ്രൊജക്റ്റിൽ കോർപ്പറേഷൻ മാത്രം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലവിലുള്ള കേസിൽ കക്ഷി ചേരാൻ നമുക്ക് തീരുമാനിക്കാം. അതിന് ഒരു നീതി, ന്യായമായിട്ടുള്ള ഒരു നീതി ലഭിക്കുന്നത് വരെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ ജനങ്ങൾ പട്ടി സ്നേഹികളായിട്ടുള്ള ആളുകൾ നമുക്കെതിരെ കേസ് കൊടുത്താല് ജയിലിൽ കിടക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം പട്ടി പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഏത് കേസ് വന്നാലും ആ കേസ് നേരിടാനും അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും നമ്മൾ ഇതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കണം. മനോജ് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. തെരുവുനായ വിഷയത്തിൽ തെരുവുനായ ശല്യത്തിൽ സുപ്രീം കോടതിയിലെ കേസിൽ കോർപ്പറേഷൻ കക്ഷി ചേരുമെന്നാണ് മേയർ പറയുന്നത്. മൃഗസ്നേഹികളുടെ ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞിട്ടുണ്ട്. ഈ തെരുവുനായ ശല്യം ഇപ്പോൾ വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മേയറുടെ ഈ തീരുമാനം. എന്തൊക്കെയാണ് ഇതു സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഇന്ന് നടന്ന കോർപ്പറേഷൻ കൗൺസിലാണ് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇക്കാര്യം പറഞ്ഞത്. അതായത് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നൽകിയ കേസ്. ആ കേസ് അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൽ കോർപ്പറേഷനും കക്ഷി ചേരുന്നു എന്നുള്ള രീതിയിലാണ് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇന്ന് കൗൺസിലിൽ പറഞ്ഞത്. അതായത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ. കഴിഞ്ഞ ദിവസം കക്കാട് ശാതുലിപ്പള്ളിയിൽ വീടിന് വരാന്തയിൽ കയറി 80 വയസ്സുള്ള ഒരു വൃദ്ധയെ കടിച്ചു പറിക്കുന്ന സ്ഥിതിയുണ്ടായി. വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു അത്. അതോടൊപ്പം തന്നെ 10 വയസ്സുകാരന്റെ കൈ കടിച്ചു മുറിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. 7 പേർക്ക് അവിടെ പരിക്കേറ്റു. പയ്യാമ്പലത്ത് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി. എടക്കാട് ഇതേ രീതിയിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി. ഇങ്ങനെ ആളുകളെ കടിച്ചു കീറുന്ന രീതിയിലേക്ക് ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായി പോകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കോർപ്പറേഷന് കഴിയില്ല. അതിശക്തമായ ഒരു നടപടിയിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ്. ഇതിന്ന് കൗൺസിലിൽ പല കൗൺസിലർമാരും ഇന്ന് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് മേയറുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുകയാണെന്നാണ് എല്ലാ കൗൺസിലർമാരും വ്യക്തമാക്കിയത്. അതിൽ VK മുഹമ്മദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, ഈ അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാം എന്നുള്ള വിധി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൗൺസിലർ സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് ജനങ്ങൾ അതിനെ കാണുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഈ അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK മുഹമ്മദ് അലി പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതികരണമായിട്ടാണ് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഏതെങ്കിലും തരത്തിൽ അതിശക്തമായ ഒരു നടപടിയുമായി തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോൾ ഒരു ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ മൃഗസ്നേഹികൾ കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇത്തരം നടപടികൾ സ്വീകരിച്ച് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു ഭീഷണിക്കും വഴങ്ങില്ല. ഈ മൃഗസ്നേഹികളുടെ ഒരു ഭീഷണിക്കും വഴങ്ങാതെ തന്നെയുള്ള ശക്തമായ നടപടി ഇക്കാര്യത്തിൽ എന്തായാലും ഉണ്ടാകും എന്നാണ് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു പടി കൂടി, അതായത് ഈ തെരുവുനായകളെ, അക്രമകാരികളായ തെരുവുനായകളെ ഇങ്ങനെ കൊല്ലാനുള്ള ഒരു ഉത്തരവ് വാങ്ങുന്നതിന് വേണ്ടി സുപ്രീം കോടതി വരെ പോകാനും തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസിൽ കക്ഷി ചേർന്ന് അതിനൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിധി സമ്പാദിക്കാനുള്ള
നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ABC പ്രവർത്തനം ശക്തമാക്കും, ഷെൽട്ടർ സംവിധാനം ശക്തമാക്കി ഇങ്ങനെ അക്രമകാരികളായ തെരുവ് നായകളെ പിടിച്ച് ഷെൽട്ടറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിക്കും. ABC എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അതിന്റെ ഗുണം ലഭിക്കില്ല. 10 വർഷത്തിനൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ABC എന്നുള്ള സംവിധാനം. അപ്പോൾ ഇപ്പോഴത്തെ സത്വരമായ ഒരു നടപടി എന്നുള്ളത് ഇവയെ പിടികൂടുക, അതോടൊപ്പം തന്നെ ഷെൽട്ടറിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത്തരം കാര്യങ്ങളിൽ അതിശക്തമായ നടപടി ഉണ്ടാകും. ഈ പട്ടിപിടുത്തക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകി കൂടുതൽ ആളുകളെ ഇതിനെ നിയോഗിക്കുന്ന ഒരു നടപടികളും സ്വീകരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൃഗസ്നേഹികൾ ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷനെതിരെ അല്ലെങ്കിൽ മേയർക്കെതിരെ വന്നാൽ അത് ഗൗനിക്കില്ല എന്ന് തന്നെ മേയർ വ്യക്തമാക്കുകയാണ്. നിയമ നടപടി നിങ്ങൾ സ്വീകരിച്ചാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മേയർ ഇന്ന് ഈ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണേന്ദു.